അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കയിറച്ചി നന്നാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ സൈസ് കക്കയിറച്ചിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നന്നാക്കിയെടുക്കാം. നന്നാക്കാൻ എളുപ്പം വലിയ കക്കയിറച്ചിയാണ്, പക്ഷേ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെറിയ കക്കയിറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു കറുത്ത വേസ്റ്റ് പോലെ ഉണ്ടാവും, അതൊന്ന് നക്കിക്കളയുക. അപ്പോൾ സ്പീഡിൽ വേഗം ചെയ്ത് കഴിഞ്ഞാൽ വേഗം നന്നാക്കി കഴിയാൻ പറ്റും. ചെറുതാവുമ്പോൾ ഒരുപാട് സമയം വേണം കേട്ടോ. അപ്പം ഞാനെല്ലാം നന്നാക്കിയിടാണ്. കക്കയിറച്ചിയുടെ മുകൾ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വേസ്റ്റ് അങ്ങനെ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊരു പൂ പോലെ ഉണ്ടാവും. അത് അടിഭാഗം വരെ ഉണ്ടാവും. അതില്ലാത്ത മുകൾ ഭാഗത്താണ് വേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നുള്ളൂ. അതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ പറ്റിയ ഒരു എളുപ്പവഴി. അപ്പോൾ അതിൻ്റെ അടിഭാഗം വരെ ആ പൂ പോലെ ഒരു ഇതുണ്ടാവും, മുകൾ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇരിക്കും കേട്ടോ വേസ്റ്റ് ഉണ്ടാവണത്. അപ്പോൾ അവിടെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ വരും. അപ്പോൾ ഞാനിതേപോലെ എല്ലാം നന്നാക്കി എടുക്കാൻ പോവാണ്. വലുതാറിന് പെട്ടെന്ന് നന്നാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിപ്പോൾ 1 കിലോത്തിനടുത്തുണ്ട്. ഇത് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ വലിയ കക്കയിറച്ചി കാരണം വേസ്റ്റിനൊപ്പം അതിൻ്റെ കുറച്ച് മാംസമൊക്കെ പോന്നിട്ട് കക്കയിറച്ചി ഓൾറെഡി വെന്താണ് നമുക്ക് കിട്ടുന്നത്. പുഴുങ്ങിയിട്ടാണല്ലോ കക്കയുടെ ഉള്ളിൽ നിന്ന് കിട്ടണത്. അപ്പോൾ അതിൻ്റെ സത്താണ് ഈ കാണുന്നത്. പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്യാതെ കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ആ വേസ്റ്റ് അതിലേക്ക് ഇട്ട് വെള്ളം കളയാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴുകിയെടുക്കാണ്. ഇത് ഒരുപാടൊന്നും ഉരച്ച് കഴുകണ്ട. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്ത് കഴുകാനേ പറ്റുള്ളൂ. കഴുകും തോറും അതിൻ്റെ സത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാല് പോലെയാണ് അതിൻ്റെ സത്തിരിക്കണത്. ഇപ്പോൾ കടപ്പുറത്തുള്ള കടപ്പുറത്ത് പോയപ്പോൾ അവിടെയുള്ളൊരു അമ്മച്ചാണ് പറയുന്നത്, അവരൊക്കെ ഇതിൻ്റെ ഈ വെള്ളം കളയൂല. ഇതിലേക്ക് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ടിട്ട് ആ വെള്ളം കുടിക്കും. പിന്നെ ചെറിയ കക്കയിറച്ചിയൊക്കെ ആണെങ്കിൽ അവരതിൻ്റെ വേസ്റ്റ് കളയൂല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, ചിലവരായിരിക്കും. പക്ഷെ നമുക്കത് കളയാതെ കഴിക്കാനും പറ്റില്ല. അപ്പം ഞാനതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് പതുക്കെ ഇങ്ങനെ കോരി ഇടാണ് അതിലേക്ക്. ഇപ്പോൾ ചില കക്കയിറച്ചി നമ്മളിതേപോലെ കഴിയുമ്പോൾ അടിയിൽ ഒരുപാട് മണൽത്തരികളുണ്ടാവും. അപ്പോൾ ഇതേപോലെ പതുക്കെ കഴുകിയെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ അധികം മണൽത്തരികളൊന്നുമില്ല, അധികം വേസ്റ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കഴുകി വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തപ്പി നോക്കിയിട്ട് അങ്ങനെ മണൽത്തരികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം കഴുകേണ്ട കാര്യമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റി കഴിയുമ്പോൾ അടിയിൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം അടിയിൽ അതിൻ്റെ മാംസമൊക്കെയാണ് കുറച്ച് അടർന്ന് പോന്നേക്കണതാണ്. വലിയ കക്കയിറച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ അധികം അങ്ങനെ മണൽത്തരികളും വേസ്റ്റും ഒന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ഈ കക്കയുടെ ചെറിയ തൊണ്ടിൻ്റെ കഷ്ണമൊക്കെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല.
പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധികം കഴുകേണ്ട കാര്യമില്ല. പക്ഷേ മണൽത്തരികൾ തീരുന്നത് വരെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം ഇതിൽ അധികം അഴുക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 2 പ്രാവശ്യം കഴുകിയെടുക്കണുള്ളൂ. ഇപ്പോൾ രണ്ടാമത് കഴിയപ്പോഴും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കഴുകണില്ല. ഇനി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് വെള്ളമൊഴിച്ച് വയ്ക്കുകയാണ്. അപ്പം ഇനി റോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇതൊന്ന് കഴുകി എടുത്താൽ മതി. അപ്പം ഇനി നമ്മൾ ലാസ്റ്റ് വെള്ളമൊഴിച്ച് വെക്കണ ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ കറക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കക്കയിറച്ചി ഒരു അരിപ്പ പോലത്തെ കയ്യിലും കൊണ്ട് കോരി അതിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പിഴിഞ്ഞ് കളയണ്ട. നമ്മൾ ഒരുപാട് പിഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സത്തൊക്കെ വീണ്ടും പോകും. അപ്പം ഞാനിതേപോലെ അരിപ്പക്കയിൽ വെച്ചാണ് കേട്ടോ കോരി ഇടണത്. അപ്പം ഞാനതിൻ്റെ ലാസ്റ്റത്തെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചാറ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചാറാക്കി എടുത്താൽ മതി കേട്ടോ. വേണ്ടെങ്കിൽ കളയാം, വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ വെള്ളം ഊറ്റിയെടുത്തിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.